വെൽക്കം ടു സന്ധ്യാസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തട്ടുകടയിൽ നിന്നുള്ള അതേ ടേസ്റ്റിലെ നാടൻ ചിക്കൻ ഫ്രൈ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ ചിക്കൻ ഞാൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം. അരപ്പൊക്കെ നമുക്ക് ഉള്ളിൽ പിടിക്കണമെങ്കിൽ അതൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാനിതെല്ലാം വരഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യമായ സാധനങ്ങൾ 2 കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം, അതിന് ശ്രദ്ധിക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഈ ബൗളിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചിക്കനോട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. കാശ്മീരി മുളക് പൊടി കളറിനാണ് ചേർക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുക. എരിവിനനുസരിച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. ഗരം മസാല 1 ടീസ്പൂണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരപ്പെല്ലാം കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കണം. പിന്നെ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് മാറ്റി വെച്ചേക്കുക. ഞാനത് മൂടി വച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. പാൻ അടുപ്പിൽ വയ്ക്കുക. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ മുങ്ങാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറു സൈഡ് ഇവിടെ മൂത്ത് വരണം. നമ്മുടെ ചിക്കൻ ഫ്രൈ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ കോരി എടുക്കുകയാണ്. അതുപോലെ എല്ലാം കോരി എടുക്കുക. ചിക്കനെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ ഒരു സവാള, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതിത്രയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ചിക്കൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും വഴണ്ടാൽ മതി. ഞാനിത് കോരിയെടുക്കുകയാണ്. മൊത്തത്തിലൊന്ന് കോരി മാറ്റുക. നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് കാണുമ്പോഴേ അറിയാമല്ലോ ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആൾ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യണം. എന്നാലേ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ.